ഉളൂ ഇല്ലാത്ത നിസ്കാരം സ്വീകരിക്കുമോ സഹോദരങ്ങളെ? ഇമാം തിർമിദി തങ്ങൾ അവിടുത്തെ ജാമിയിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് എന്താണ്? ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ഉളൂ ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കുമോ? തയമ്മും ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കുമോ? ഇല്ലല്ലോ, ശുദ്ധിയില്ലാതെ സ്വീകരിക്കപ്പെടൂലല്ലോ. ശുദ്ധീകരിക്കാൻ ഉളൂഇന്റെ മാർഗവും ഒരാൾക്കില്ല, തയമ്മുമിന്റെ മാർഗവും ഒരാൾക്കില്ല. സമയത്തെ മാനിച്ചുകൊണ്ട് അയാൾ നിസ്കരിച്ചു എന്ന് കൂട്ടിക്കോളൂ, അതൊരു ബാധ്യത നിർവഹിക്കാനാണ്. അതുകൊണ്ട് കാര്യം നേടൂല. പിന്നീട് ആ നിസ്കാരം മടക്കണം. പിന്നീട് കഴിവെത്തുമ്പോൾ തിരുത്തണം. എന്തേ കാരണം? ആ നിസ്കാരത്തിന് പോരായ്മയുള്ളത് കൊണ്ടാണ്. ഉളൂ കൊടുക്കാനുള്ള സൗകര്യവും കിട്ടിയില്ല, തയമ്മും ചെയ്യാനുള്ള സൗകര്യവും കിട്ടിയില്ല. അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഒരാൾ മുന്നോട്ട് പോകുന്നത്. നിസ്കരിക്കേണ്ട സമയവുമായി. അങ്ങനെ വരൂലേ? അങ്ങനെ വരും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഉളൂ കൊടുക്കാൻ വെള്ളമല്ല, വെള്ളം തീർന്നുപോയി എന്ന് പറയും. പിന്നെ മൂത്രമൊഴിച്ചിട്ട് ഒപ്പിയെടുക്കാൻ അവിടെ കടലാസുണ്ട്, പേപ്പറുണ്ട്, ചുരുട്ടി വെച്ച പേപ്പർ. ആ പേപ്പർ കൊണ്ട് വൃത്തിയാക്കേണ്ടതുപോലെ വൃത്തിയാക്കിയാലും വൃത്തിയാകുമല്ലോ. വൃത്തിയാക്കേണ്ടതുപോലെ വൃത്തിയാവും. എങ്ങനെങ്കിലും വൃത്തിയാക്കിയാലല്ല, വൃത്തിയാക്കേണ്ട പേപ്പറും നജസ് വലിച്ചെടുക്കുന്ന സാധനം തന്നെയാണ് അല്ലേ? പേപ്പർ കൊണ്ട് നമ്മളിങ്ങനെ വെള്ളം തോർത്താറില്ലേ? നജസ് വലിച്ചെടുക്കുന്ന സാധനം തന്നെയാണ് പേപ്പറും. അപ്പൊ ആ പേപ്പർ കൊണ്ട് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാകുകയോ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേപ്പർ കൊണ്ട് ഉളൂ കൊടുക്കാൻ കഴിയുമോ? വേറെ മാർഗമല്ല. അവിടെ നിസ്കരിക്കണം. ഇയാൾക്ക് നിസ്കാരത്തിന്റെ സമയമായി. ഖിബില എങ്ങോട്ടാൻ തിരിഞ്ഞില്ലെങ്കിലും സമയം മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം, നിർബന്ധമാണ്. ഉളൂ കൊടുക്കാൻ സൗകര്യമില്ല, തയമ്മും ചെയ്യാനും സൗകര്യമില്ല. മനസ്സിലായില്ല? അങ്ങനത്തെ സമയം നിസ്കരിക്കണം. സമയത്തെ മാനിച്ച് നിസ്കരിക്കൽ ഫർള് ഐനാണ്. സ്ഥല ഇറങ്ങിയിട്ട് അങ്ങോട്ട് ശരിക്കൊക്കെ ഉളൂ കൊടുത്ത് മട്ടം പോലെ നിസ്കരിച്ചാ പോരെ? നീ കുറ്റക്കാരനായി. എന്തുകൊണ്ട് സമയത്ത് നിസ്കരിച്ചില്ല എന്നൊരു ചോദ്യം നിന്നോടുണ്ട്. നിസ്കരിച്ചുകൂടാനില്ലേ? നിസ്കരിച്ചുകൂടായിരുന്നില്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് നിസ്കരിച്ചില്ല? നിസ്കരിക്കാനുള്ള ബുദ്ധിയുണ്ട്, സൗകര്യമില്ലേ? സൗകര്യമുള്ള പോലെ നിസ്കരിക്കണം. ഇരുന്നിട്ടാണോ നിസ്കരിക്കാൻ സൗകര്യമുള്ളത്? ഇരുന്നിട്ട് നിസ്കരിക്കണം. പിന്നെന്തിനാണ് നിസ്കാരം? നിന്റെ നിസ്കാരം നീ ഒഴിവാക്കി എന്ന കുറ്റം വരാതെ കടമ നിർവഹിച്ചു, ബാധ്യത നിർവഹിച്ചു, സമയത്തിന്റെ ബഹുമാനം മാനിച്ച് സംഗതി അവൻ ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നീ നിസ്കരിക്കുമ്പോ നിസ്കാരം പിന്തിച്ചതിനുള്ള ഒരു കുറ്റം നിനക്ക്. അത് ചെറിയ കുറ്റമല്ല, വൻ കുറ്റമാണ്.